എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന സ്ഥാപനത്തിന് തീവ്രവാദവുമായി ബന്ധമുണ്ടെന്ന് ശ്രീ ഡോക്ടർ ആരി ഹുസൈൻ പറഞ്ഞു എന്ന് ആ സ്ഥാപന ഉടമ പറഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ കോടതി എഫ്ഐആർ ഇടാൻ പോലീസിന് നിർദ്ദേശം കൊടുത്ത വിവരമൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്. ഡോക്ടറെ കോടതികളിലേക്ക് വലിച്ചേക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോടതികളിൽ ഈ കേസൊക്കെ എത്തിക്കഴിയുമ്പോൾ തീവ്രവാദത്തിൻ്റെ തുടക്കം, വളർച്ച, അതിൻ്റെ പ്രവർത്തനം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കാനിടയുണ്ട്. അപ്പോൾ അതിലെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം പണ്ഡിതന്മാർ ഒരുപക്ഷെ ഹാജരാകേണ്ടതായി വന്നേക്കാം. അവരുമായിട്ട് ഡോക്ടറും അവരുമായിട്ടൊരു സംവാദമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സംവാദത്തിൽ ഡോക്ടർ പലപ്പോഴും പറയാറില്ല ഇസ്ലാം മതം മറ്റു മതക്കാരെയൊക്കെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു എന്നത് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പോയാൽ പ്രശ്നം കൂടുതൽ ഗൗരവമാവും. മദ്രസകളാണ് തീവ്രവാദികളെ സൃഷ്ടിക്കുന്നതും വളർത്തുന്നതും എന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ മദ്രസകൾ അടച്ചുപൂട്ടിയേക്കാം. നാനാമതക്കാരായ ആളുകൾ ജീവിക്കുന്ന ഭാരതത്തിൽ ഏതെങ്കിലും ഒരു മതക്കാരൻ മറ്റു മതക്കാരെ മുഴുവൻ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു എങ്കിൽ ആ മതം ആ രാജ്യത്തിന് ചേർന്നതല്ലെന്നും അത് നിരോധിക്കേണ്ടതാണെന്നും കോടതി കണ്ടെത്തിയാൽ പ്രശ്നം വീണ്ടും ഗുരുതരമാകും. ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നത് ഇന്നൊരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണെന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന മുസ്ലിങ്ങളുടെ കമൻറ്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ വീഡിയോ കാണുന്നത് വരെയും ഞാനും ഒരു പേപ്പട്ടിയായിരുന്നു എന്ന രീതിയിലാണ് മിക്കവാറും മുസ്ലിങ്ങൾ അതിൽ കമൻറ്റ് രേഖപ്പെടുത്തുന്നത്. അത്തരം മുസ്ലിങ്ങളുടേത് മാത്രമല്ല, മറ്റു മതക്കാരെയൊക്കെ കൊന്നൊടുക്കാൻ ഇസ്ലാം മതം ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റു മതക്കാരുടെ സപ്പോർട്ട് കൂടി ഡോക്ടർക്ക് ലഭിക്കുന്നതാണ്.